വിചാരിച്ചത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഇന്ന് അമേരിക്ക മാത്രമല്ല ലോകം മുഴുവനും മാതാവിന്റെ ഒരു വലിയ തിരുനാള് ആഘോഷിക്കുകയാണ്. അമേരിക്കൻ വൻകരയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണം, അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗാഡലുപ്പെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഫീസ്റ്റ് ഡേ നമ്മളിപ്പോൾ ജൂബിലി വർഷത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇന്നലെ എല്ലാവരും തന്നെ ഇന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്ലീനറി ഇന്റലിജൻസ് അഥവാ ദണ്ഡവിമോചനം നേടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മാർപ്പാപ്പ നമ്മുടെ പരിശുദ്ധ പിതാവ് ഉദ്ബോധനം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ന് വളരെയധികം ഒരുപാട് ആൾക്കാർ, മില്യൺസ് ഓഫ് പീപ്പിൾ അവര് മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ പൂർണ്ണ ദണ്ഡവിമോചനം നേടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് സമയം നമുക്ക്, ഇതിനു മുമ്പും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്കിന്ന് കുറച്ച് സമയം വിശുദ്ധ യുവാൻ ഡിയാഗോയെ കുറിച്ചും അതുപോലെ തന്നെ ഗാഡലൂപ്പെ മാതാവിന്റെ ആ പ്രത്യക്ഷീകരണത്തെ കുറിച്ചും ഒന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് കരുതുന്നു. നമുക്കറിയാം, അമേരിക്കയുടെ പേട്രണസ് ആയിട്ട് നമ്മൾ കരുതുന്നതാണ് അവർ ലേഡി ഓഫ് ഗാഡലൂപ്പെ. ഈ വലിയ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് റെഡ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു വിശുദ്ധനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മെക്സിക്കോയിലെ ഗാഡലൂപ്പെ മാതാവ് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിനായിരുന്നു. വിശുദ്ധനായ യുവാൻ ഡിയാഗോ യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ വലിയ മർദ്ദനങ്ങളാലും സാംസ്കാരിക അധിനിവേശത്താലും ഒക്കെ കഷ്ടപ്പെട്ടിരുന്ന ഈ റെഡ് ഇന്ത്യൻ ആൾക്കാരുടെ ഇടയിൽ ഒരാളായിരുന്നു ഈ യുവാൻ ഡിയാഗോ എന്നുള്ളയാള്. അദ്ദേഹം 50-ാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്നാനം കൈക്കൊള്ളുന്നത്. അത്രയും നാള് അദ്ദേഹം ഒരു കത്തോലിക്കനല്ലായിരുന്നു. ഈ ഗോത്രവർഗത്തില് ജീവിച്ച് വളരെ അധകൃതരായിട്ട് ജീവിച്ച് ഏറ്റവും താഴേക്കിടയിലെ ഒരു കർഷകനായിരുന്നു ഈ യുവാൻ ഡിയാഗോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മെക്സിക്കോയിലെ ഒരു സ്പാനിഷ് ഫ്രാൻസിസ്കൻ മിഷണറിമാരായിട്ടുള്ള ഒരാളായിട്ടുള്ള ഫാദർ പീറ്റർ ദ ഗാൻസയാണ് ഈ യുവാൻ ഡിയാഗോയെ മാമോദിസ മുക്കിയത്. ജ്ഞാനസ്നാനം ലഭിച്ചതിന് ശേഷമാണ് നല്ലൊരു വിശ്വാസിയായിട്ട് അദ്ദേഹം ജീവിക്കാനായിട്ട് തുടങ്ങിയത്. ദിവസവും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കും. വളരെ ദൂരെ നിന്ന്, ഞാനിത് നേരത്തെ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാന്ന് തോന്നുന്നു, എന്നാലും ഞാൻ എന്നോട് പറയാം, ഒരുപാട് ദൂരെ നിന്ന് കഷ്ടപ്പെട്ട മലകളൊക്കെ കയറി ഇറങ്ങി അദ്ദേഹം വിശുദ്ധ കുർബാന കൈക്കൊള്ളാനായിട്ട് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസംബർ 9 വളരെ മഞ്ഞ് ഉള്ള ഒരു സമയത്ത് ഈ യുവാൻ ഡിയാഗോ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോഴാണ് അദ്ദേഹത്തിന് വളരെ അവിസ്മരണീയമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. പരിശുദ്ധ ദൈവമാതാവ് വെറും ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു 16-കാരിയുടെ രൂപത്തില് തെപ്പിയാക്ക് കുന്നിൻ മുകളിലായിട്ട് ഈ വിശുദ്ധന് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ദിവസം തന്നെ പരിശുദ്ധ അമ്മ ഈ ജുവാനോട് പറയുകയാണ്, എന്റെ നാമത്തിൽ ഇവിടെ ഒരു ആശ്രമം പണിയണമെന്ന് നീ ചെന്ന് ബിഷപ്പിനോട് പറയാനായിട്ട്. അപ്പോൾ ജുവാൻ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്, സമൂഹത്തിന്റെ താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കർഷകനാണ്. എങ്കിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ചെന്ന് ബിഷപ്പിന്റെ അടുക്ക പറയുകയാണ്. ബിഷപ്പ് എന്നാല് ജുവാന്റെ വാക്കുകളൊന്നും അതെവിടെ വിശ്വസിച്ചില്ല. കാരണം യാതൊരു പാരമ്പര്യവുമില്ല, കുലമഹിമയും ഇല്ല. നമുക്കറിയാം, നമ്മളിപ്പോ പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഏൽക്കുന്നത് കൂടുതൽ അവിടെ പവർ ആൻഡ് പൊസിഷൻ ഉള്ളവരായിരിക്കും. യുവാൻ അതൊന്നുമില്ല. അപ്പം യുവാൻ ഇത് ചെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് വിശ്വസിച്ചു പോലില്ല. ഇതന്നെ ഒരു പുത്തൻ ക്രിസ്ത്യാനിയാണ്, ഒരു പുതു ക്രിസ്ത്യാനിയായിട്ടുള്ള ഈ വ്യക്തി, ഈ ആളിന് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. എനിക്ക് പോലും ഇതുവരെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഇത് അസംഭവ്യമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടില്ല, അത് വിശ്വസിക്കണമെങ്കിൽ എനിക്കൊരു അടയാളം കാണണം. എന്താണ് നിനക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിനുള്ള ഒരു അടയാളം? ഈ അടയാളം എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ നിന്റെ അടുക്കല് മാതാവ് ഇത് പറഞ്ഞെന്നുള്ളത്. യുവാന് വിഷമമായി. വീണ്ടും യുവാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസവും വീണ്ടും മാതാവ് അതേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോഴ് ഈ കാര്യം യുവാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ കാര്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ബിഷപ്പ് വിശ്വസിക്കുന്നില്ല. വീണ്ടും ഡിസംബർ 12-ാം തീയതിയിൽ മാതാവ് ജുവാന് പ്രത്യക്ഷപ്പെട്ട് ഒരു കുന്നിൻ ചെരുവിലേക്ക് കടന്നു വരാനായിട്ട് പറയുകയാണ്. ആ കുന്നിൻ മുകളില്
ആ തണുപ്പ് കാലത്ത് യുവാൻ കാണുകയാണ് നിറഞ്ഞ് വിടർന്നു നിൽക്കുന്ന റോസാ പുഷ്പങ്ങൾ. അതും വളരെ അസംഭവ്യമായ ഒരു കാര്യമാണ്. നമുക്കറിയാം വിന്ററായി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പൂക്കളൊന്നും കാണത്തില്ല. പക്ഷെ ആ സമയം അവിടെ നിറയെ പൂക്കൾ കണ്ടു, ഈ റോസാപ്പൂക്കൾ. മാതാവ് ആവശ്യപ്പെട്ടു ഈ പൂക്കളെല്ലാം അടർത്തിയെടുക്കാൻ പറഞ്ഞു. പൂക്കൾ വിടരാത്ത ആ മഞ്ഞുകാലമായിരുന്നെങ്കിലും അത്ഭുതകരമായിട്ട് ഈ ധാരാളമായി പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഇവിടെ നിന്ന് തന്റെ പരുക്കൻ കുപ്പായം മേലങ്കിക്കുള്ളില് യുവാൻ ഇതെല്ലാം ശേഖരിച്ചു. അത് മാതാവിന് കൈ കൊടുത്തു. മാതാവ് അത് വാങ്ങിയതിനു ശേഷം ഒരു ചെണ്ടുകളാക്കിക്കൊണ്ട് ഇത് മേൽവസ്ത്രത്തിൽ പൊതിഞ്ഞു കൊടുത്തതായിട്ടാണ് പറയുന്നത്. ഇത് നീ തെളിവായിട്ട് കൊണ്ട് ബിഷപ്പിനെ കാണിച്ചോ, ബിഷപ്പ് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ബിഷപ്പ് അടുക്കിലേക്ക് വീണ്ടും യുവാൻ ഓടിപ്പോയി. അവിടെ ചെന്ന് മേലങ്കി തുറന്നു കഴിഞ്ഞപ്പോൾ ആ പുഷ്പങ്ങളെല്ലാം താഴേക്ക് വീഴുകയാണ്. സാധാരണമായ ഗന്ധമുള്ള വാടാത്ത പൂക്കളാണെന്ന്. അപ്പോഴാണ് രണ്ടുപേര് അവർ കാണുന്നതാണ്. ഒരാൾ വലിപ്പത്തില് മേൽവസ്ത്രത്തിൽ ഒരു 16-കാരിയായ പരിശുദ്ധ മാതാവിന്റെ, ഒരു യങ്ങായിട്ടുള്ള പരിശുദ്ധ മാതാവിന്റെ രൂപം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് പറയുന്നത് മാതാവ് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് അതിനകത്ത് കാണുന്നതെന്നാണ്. ബിഷപ്പ് അടയാളം വിശ്വസിച്ചു. പിന്നീട് ബിഷപ്പിന്റെ അനുമതിയോടെ ചെറിയൊരു പള്ളി ആദ്യം പണിയുകയും അതിനോട് ചേർന്ന് ഒരു കുടില് പോലെ ഉണ്ടാക്കി ഈ യുവാൻ ഡിയാഗോ അവിടെ താമസിച്ചു. താപസ തുല്യമായ ഒരു ജീവിതമാണ് പിന്നീട് യുവാൻ നയിച്ചതെന്നാണ് പറയുന്നത്. ദൈവത്തെ സ്നേഹിച്ചും ദൈവമാതാവിനോട് ഭക്തി പുലർത്തിയും തീർത്ഥാടകർക്ക് വഴികാട്ടിയും ഒരു താപസത്തിനെ പോലെ ഈ വിശുദ്ധൻ അവിടെ ജീവിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. മാതാവിന്റെ സന്ദേശവാഹകനായിട്ടാണ് അദ്ദേഹം പരക്കെ അറിയപ്പെട്ടിരുന്നത്. 1548 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഗാഡലൂപ്പയിലെ ഒരു നിത്യകന്യകയുടെ ഒരു നാമത്തിലുള്ള ഒരു ചാപ്പൽ, ഫസ്റ്റ് ചാപ്പലാണ്. അവിടെയാണ് യുവാന്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടിരുന്നത്. പിന്നീട് അവിടെ വലിയൊരു ബസിലിക്ക ഉണ്ടായി. ഇപ്പൊ പതിനായിരങ്ങള് മില്യൺസ് ഓഫ് പീപ്പിൾ അവിടെ പോവുകയും മെക്സിക്കോയിലെ സാന്താ മരിയ ദ ഗാഡലൂപ്പെ ബസിലിക്കയില് അത്രയോ പേര് പോകുന്നു. അതുപോലെ നമുക്കറിയാം നമ്മുടെ വിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പ 1990 മെയ് 6 യുവാനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതും 2002 ജൂലൈ 31 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതായിട്ട് നമുക്കറിയാം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇതിനകത്തൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. വെറും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ഒരു വിശുദ്ധൻ, ഒരാള്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയത് തന്നെ 50-ാം വയസ്സിലാണ്. നാം എല്ലാം ജനിച്ചപ്പോൾ തന്നെ ജനിച്ച് വളരെ താമസിക്കാതെ തന്നെ ജ്ഞാനസ്നാനമൊക്കെ ചെയ്ത് സത്യക്രിസ്ത്യാനികളായി നാം ജീവിക്കുന്നവരാണ്. യുവാന്റെ മറ്റൊരു കാര്യം, സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവൻ, നിത്യവൃത്തിക്കായി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി. പിന്നീട് അദ്ദേഹം മൂന്നാമതായിട്ട് യുവാനെ പറ്റി പറയുന്നത്, എന്നാല് ഇതെല്ലാം ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ടും വിശ്വാസിച്ചു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ഒരു ബോധ്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതാണ് യുവാനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം, പ്രിയ ദൈവമക്കളെ, നാമും വെറും ശൂന്യരാണ്. എന്നാൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇന്ന് മാർപ്പാപ്പയുടെ വിശുദ്ധ കുർബാന മധ്യയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, Our Lady of Guadalupe chooses 3 things. That God is always blessing us, and he wants us to be transformed. നമ്മൾ ഒരു രൂപാന്തരം പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. മാതാവിന്റെ മുഖത്തേക്ക് നാം നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വേണം. ദൈവം സമ്പന്നനാണ്. ദൈവത്തിന്റെ സമ്പന്നതയിൽ ഒന്നിനും കുറവില്ല. കർത്താവിനെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള്, പ്രശ്നങ്ങള് എല്ലാത്തിനും പരിഹാരം കർത്താവ് തന്നെയാണ്. എന്നാൽ നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് we are becoming a gift like Saint Juan Diago. നാം ഒരു സമ്മാനമാകണം. ഈ ആഗമന കാലത്തില് നമ്മൾ ചിന്തിച്ചത് അത് തന്നെയാണ്. എനിക്ക് എങ്ങനെ കർത്താവിനെ സ്വീകരിച്ച്
ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് യോഗ്യമായ ഒരു പീഠമായിരിക്കുവാൻ, കർത്താവ് വന്നു വസിക്കുവാൻ യോഗ്യമായ ഒരു സ്ഥലമാകുവാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ എങ്ങനെ ഒരുക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് എങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ട് കർത്താവിന് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് ഈ ക്രിസ്മസിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ബർത്ത്ഡേസിലൊക്കെ നമ്മൾ ബർത്ത്ഡേ ബോയ്ക്കോ ബർത്ത്ഡേ ഗേളിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കും. ധാരാളം ഗിഫ്റ്റുകൾ കിട്ടും. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേന് സെലിബ്രേഷന് വരുന്നവരെല്ലാവരും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരും, ഗിഫ്റ്റ് കൊടുക്കും. ബർത്ത്ഡേ ബോയോ ഗേൾ, ഷീ വിൽ ബി വെരി ഹാപ്പി ഓർ ഹി വിൽ ബി വെരി ഹാപ്പി ടു റിസീവ് ഓൾ ദ ഗിഫ്റ്റ്. എന്നാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സെലിബ്രേഷനിൽ നമ്മുടെ തന്നെ തിരുക്കുമാരനെ നമ്മൾ പിറവിയെ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഈശോയ്ക്ക് നമ്മൾ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത് എന്ന് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. നമുക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് ഈ മാതാവിലൂടെ ഒരു രൂപാന്തരം, മാതാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, മാതാവിൽ നിന്ന് പഠിച്ചുകൊണ്ട്, ഇന്ന് നാം പ്രാർത്ഥനയിലൂടെ എല്ലാം ചിന്തിച്ച കാര്യങ്ങളിലൂടെ മാതാവ് എങ്ങനെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് വിധേയമായിക്കൊണ്ട് ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എളിമയോടുകൂടി ഹൃദയ വിശാലതയോടുകൂടെ ജീവിച്ചു. അതുപോലെ നമുക്കും ഒരു നല്ല സമ്മാനമായിട്ട് ഈശോയ്ക്ക് തീരുവാനായിട്ട്, കർത്താവിന് ഒരു പൂർണ്ണമായിട്ടും കൊടുക്കാൻ നല്ല സമ്മാനമാകുവാനായിട്ട് ഈ ക്രിസ്മസ് കാലത്ത് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകള്, എളിമയില്ലാത്ത അവസരങ്ങള്, ഈ സമയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം. മറ്റുള്ളവർക്ക് ഒരു സമാധാനമാകുവാൻ, മറ്റുള്ളവർക്ക് സ്നേഹമാകുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷമാകുവാനായിട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അതുവഴി ഈശോയ്ക്ക് കൊടുക്കുവാനുമുള്ള ഏറ്റവും നല്ല സമ്മാനമായി തീരുവാനായിട്ട് നമ്മളെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോനാഥ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ചെറിയവനായിരുന്ന യുവാൻ ഡിയാഗോയെ അവിടുന്ന് വിശുദ്ധ പടുതയിലേക്ക് ഉയർത്തിയല്ലോ. മാതാവിന്റെ പ്രത്യക്ഷീകരണം അവനിലൂടെ നിർവഹിച്ചുവല്ലോ ഗാഡലൂപ്പയില്. ഈശോയെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ കണ്ടെത്തുവാനായിട്ടും അങ്ങിലൂടെ ഞങ്ങള് പൂർണ്ണമാകുവാനായിട്ടും പരിശുദ്ധരായിട്ട് വളരുവാനായിട്ടും വിശുദ്ധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും നടന്നെടുക്കുവാനായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങളോട് ചേർന്നിരിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. വിശ്വനാഥ, അവിടുത്തെ പരിശുദ്ധ അരൂപിയാല് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുവാനായിട്ട് ഞങ്ങളെ ഇടയാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. അങ്ങ് സമ്പന്നനാണെന്നും അങ്ങ് ഞങ്ങൾക്ക് എല്ലാം പരിപൂർണതയിൽ തരുവാനായിട്ട് യോഗ്യനാണെന്ന് ഞങ്ങൾ അറിയുന്നുവല്ലോ. നിമിഷം ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവത്തെ കേൾക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് നെറ്റിൽ കുരിശടയാളം വരയ്ക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങൾ